വഴിയല്ലേ നമ്മൾ കയറി പോകുന്നത്? ഇത് എക്സിറ്റ് വേറെ വഴിയാണോ അപ്പുറത്തെ വഴിയാണോ? ഇപ്പം ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിന് ഇവിടുന്ന് വല്ല ഇത് മേടിക്കണം അവിടെ ഒരു ഗ്ലാസ് അങ്ങോട്ട് കയറ്റി നിർത്താം. ഇവിടെ കിട്ടില്ലേ? ഓഫ് ചെയ്യണം വണ്ടി. വേണ്ടതല്ലേ? ഞാൻ കുടിച്ചില്ല, കുടിച്ചോളാം. എടുത്തിട്ട് കുടിച്ചിട്ട് പോകാം. ഭയങ്കര ചൂട്. നല്ല സുഖം. പഞ്ചായക്കാൻ പറ്റിയൊരു കുപ്പിയായി. ഇല്ല, ഇത് ഫുള്ള് കയറിയിട്ടുണ്ടെന്ന് നോക്കിയാൽ കിഴക്കമ്പലം. അതാ സെൻറ്റ് ജോസഫ് സ്കൂൾ, ആ ബ്ലൂ സ്കൂൾ കാണുന്നില്ല ഫ്രണ്ടില്ല. അവിടെ കാണാൻ പറ്റില്ല, എൻ്റെ ഒരു സൈഡാണ് കാണാൻ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിവിടെ ഡിവൈറ്റ് ചെയ്യും. പണ്ട് കുഴക്കമ്പലം കൊലഞ്ചേരിയേക്കാളും വലുതായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു കൊലഞ്ചേരി കുഴക്കമ്പലക്കാളും വലുതാണ്. നവ്യ ഷോപ്പ് ഇവിടെ ഉണ്ട്. എന്തായാലും മേടിക്കാനുണ്ടോ ബേക്കറിയിൽ നിന്ന്? ഇവിടെ ഇരിപ്പുണ്ട്, ഷോപ്പുണ്ട്. വണ്ടി എടുക്കുന്നുണ്ട്. എന്തായാലും മേടിക്കാനുണ്ടോ നിങ്ങൾക്ക് നവ്യ ഷോപ്പ്? അവിടെ ഉണ്ട് കേട്ടോ പറഞ്ഞു. ഇനി ഞാൻ പോകുമ്പോൾ നോക്കാം.
2020 അവിടെ നവയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതേക്കാൾ ഇച്ചിരി വിപുലമായിട്ട് ഇവിടെ കാണുമായിരിക്കും. വോക്സ്വാഗൻ നല്ല വണ്ടിയാട്ടോ. ഇച്ചിരി മെയിൻ്റനൻസ് കൂടുതലാവുന്നുണ്ട്. ഇതിൻ്റെ ഇരട്ടി മെയിൻ്റനൻസ് ആവും. അത് 1.5 കൊല്ലം കൂടുമ്പോൾ മതി മെയിൻ്റനൻസ്. 1.5 കൊല്ലം കൂടുമ്പോൾ നമ്മളിപ്പോൾ ടൊയോട്ടയ്ക്ക് 1 കൊല്ലം കൊടുക്കണതിന് ഇരട്ടിയാവും. അപ്പോൾ ഏതാണ്ടൊരു മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെ. ടൊയോട്ടയ്ക്ക് 10 ആണെങ്കിൽ അതിന് 20 രൂപയോളം വരും മിനിമം. വോക്സ്വാഗൻ 10 രൂപ ഒക്കെ ആവറേജ് വരുന്നുള്ളൂ ടൊയോട്ടയ്ക്ക്. മാരുതിയാണ് 5-6 രൂപയിലുള്ളൂ. മാരുതി ഏറ്റവും ഇത് പോപ്പുലർ ഒരുമാതിരി കുഴപ്പമില്ലാത്ത സർവീസ് സെൻ്ററാണ്. വണ്ടികൾ തന്നെയാണ്. തിരക്കേടില്ലാത്ത ടാറിങ് ചെയ്തേക്കുന്ന വഴിയില്ല. പണ്ട് ഭയങ്കര മോശമായിരുന്നു. ഇതിൻ്റെ സൈഡൊക്കെ കുത്തി പൊളിച്ച് പൈപ്പിട്ട് ആകെ ഡാമേജ് ആയിട്ട് വർഷങ്ങളോളം കിടന്നതാണ്. ചെമ്മാശൻ്റെ വീടല്ലേ? ഓക്കെ ഓക്കെ. അതിനൊരു ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടായിരുന്നു. ഈ കുരിശ്, ആ കുരിശാണ് ലാൻഡ് മാർക്ക്. ആ കുരിശില്ലടി, അത് ആ കുരിശ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വഴി നോക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് റോഡ്, ഫസ്റ്റ് അല്ല സെക്കൻഡ് റോഡ്. ഈ കുരിശ് കഴിഞ്ഞിട്ട് സെക്കൻഡ് റോഡ്. അങ്ങനെ നമ്മളന്ന് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ പണ്ട് അധികം വന്നിട്ടില്ല, നമ്മൾ 1-2 തവണ വന്നിട്ടുള്ളൂ അല്ലേ? കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്ന് വന്നായിരുന്നു അല്ലേ? മരിച്ചു കൂടാതെ നമ്മളന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ കയറി ഇറങ്ങിപ്പോയില്ലേ ഒരുപാട്. അച്ഛൻ്റെ കല്യാണം 0 വയസ്സിന് വന്നു. അച്ഛൻ്റെ കല്യാണത്തിന് വന്നത് ഓർക്കണ്ടില്ല. അച്ഛൻ്റെ കല്യാണമായിട്ട് ഒക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ സിസ്റ്റർമാർ നടത്തുന്ന സ്കൂളാണ് ഇലക്ട്രിക്കാണ്. ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് നീ ഓർക്കുന്നുണ്ടോ? അവിടെ ഉണ്ടല്ലോ, ബേത്ലഹേം ഡേറ ഹൈസ്കൂൾ. ബേത്ലഹേം ഡേറ ഹൈസ്കൂൾ. ഇത് സിസ്റ്റേഴ്സ് തന്നെ നടത്തണം കംപ്ലീറ്റ്. വേറെ അച്ഛന്മാർക്കൊന്നും കൺട്രോൾ ഒരു ഇതുമില്ല. നമ്മൾ ഇങ്ങോട്ട് സിസ്റ്റർമാർ തന്നെ നടത്തുന്ന സ്കൂളാണ്. മാനേജർ എല്ലാം സിസ്റ്റർമാർ തന്നെയാണ്. അതിൻ്റെ അവിടുത്തെ മേൽനോട്ടവും കംപ്ലീറ്റ് കാര്യങ്ങൾ സിസ്റ്റേഴ്സാണ്. ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ സിസ്റ്റേഴ്സ് തന്നെ നടത്തുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവല്ലേ ഈ കാത്തലിക്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതങ്ങനെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളവരിലാണ് ഇത് ഓർത്തഡോക്സ് സഭയുടെ. കാത്തലിക്സിന് ഒരുപാടുണ്ട്. നമ്മുടെ പോളി ജനിച്ച ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് നടത്തണം. ഈ
ഈ നമ്മുടെ കിഴക്കമ്മ മറ്റേ പഴങ്ങനാട് ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സിന് നടത്തുന്ന സ്ഥലമാണ്. പക്ഷേ കാത്തലിക് സിസ്റ്റേഴ്സാണെന്ന് പറഞ്ഞു. ഇത് ഓർത്തഡോക്സ് സിസ്റ്റേഴ്സാണ്. ബേത്ലഹേം ഹൈസ്കൂൾ. ഇപ്പം എങ്ങനെയുണ്ട് അവരുടെ റിസൾട്ട്? കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സാണ്. ആ അത് മറ്റേ ഇതാണോ പട്ടിവറ്റ സ്കൂളാണോ? പട്ടിവറ്റ കുറേ ടോപ്പേഴ്സാണ്. ആണോ? 12th പട്ടിമറ്റം. വടവോട് കീപ്പോട്ട് പോയിട്ടോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ വടവോടാണ് എല്ലാം. ഈ എറണാകുളം ജില്ല തന്നെ ടോപ്പ് ചെയ്ത വടവോടാണ്. എബ്രാം സാറിൻ്റെ കാലം മുതൽ പോൾ സാറിൻ്റെ കാലം വരെ എറണാകുളം ജില്ലയിൽ ടോപ്പറായിരുന്നു വടവോട് സ്കൂൾ. തങ്കച്ച സാറിൻ്റെ കാലം വരെ മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് പോയി. തങ്കച്ച സാറിൻ്റെ കാലം വരെ എബ്രാം സാറിൽ നിന്നാണ് തുടങ്ങിയത്. എബ്രാം സാറിൽ നിന്ന് തുടങ്ങി പോൾ സാറ് എബ്രാം സാറിൻ്റെ ഒരു നിലവാരം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. തങ്കച്ച സാറ് വരെ പിടിച്ചു. പിന്നെ ഇങ്ങോട്ട് നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കീപ്പോട്ട് വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കോലഞ്ചേരി സ്കൂൾ അതിനേക്കാളും നിലവാരം ഉണ്ടെന്ന് വടവോട്ടിനേക്കാളും. കോലഞ്ചേരി സ്കൂൾ കോലഞ്ചേരി പള്ളിയുടെ, മറ്റേത് ഓർത്തഡോക്സ് സഭയുടെ. സാർ ഓർത്തഡോക്സ് സഭയ്ക്കാണ് കൊടുത്തത്. അത് അന്ന് രാജർഷി മെമ്മോറിയൽ മറ്റേ ഇവിടെ മുതലിടയോ ഒറ്റപ്പാലം അല്ല, അതിനപ്പുറം ഷൊർണൂർ മുതൽ മറ്റേ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അടുത്ത് വരെ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയ രാജർഷി ആ രാജാവിൻ്റെ മെമ്മറിക്കാണ് നമ്മുടെ രാജർഷി സ്കൂൾ RMHS രാജർഷി മെമ്മോറിയൽ. രാജർഷി എന്ന് പറഞ്ഞത് രാജാവിന് ഈ മറ്റേ ദേവർഷി രാജർഷി അങ്ങനെ പോലെ പേരുകൾ കുറേ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പുള്ളി രാജാവ് ചെയ്ത് കഴിയുമ്പോഴാണ് പുള്ളി രാജർഷി ആവുന്നത്. അപ്പോൾ പുള്ളി രാജർഷിയായി ആ രാജാവ്. പുള്ളിയാണ് ആദ്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ മറ്റേ സ്വർണം വിറ്റ് ആ പൈസ വെച്ച് ഷൊർണൂർ മുതൽ തൃപ്പൂണിത്തുറ വരെ റെയിൽവേ ലൈൻ ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരെ പറഞ്ഞു അവരുണ്ടാക്കാൻ, പക്ഷേ പൈസ വേണമെന്ന്. കാരണം ഇതിൻ്റെ റവന്യൂ കൊടുക്കുന്ന രാജാവാണ്, അതുകൊണ്ട് രാജാവ് പൈസ കൊടുക്കുന്നു. നമ്മുടെ രാജാവ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരുണ്ടാക്കി. കാക്കാനാണല്ലോ ഒരു മയമില്ലാണ്ട് പഠിച്ചത്. ഞാൻ ഇത് കാക്കനെന്ന് തോന്നുന്നു. എൻ്റെ പേര് KL 41K 5600. KL 41K 5600. തൊപ്പി വെച്ച രണ്ട് കാക്കന്മാരാണ്. ഒരെണ്ണത്തിന് മര്യാദയില്ല. കൊച്ചു പിള്ളേർ അത് ഓടിച്ച് കയറ്റിയത് ഒരു മയല്ലാണ്ട് വണ്ടി കട ഇങ്ങനെയുള്ളതിനൊക്കെ ലൈസൻസ് കൊടുത്തവർക്ക് തല്ലണം. ഇവരെ തല്ലാൻ പാടില്ല, ഇവരെയല്ല തല്ലേണ്ടത്. ലൈസൻസ് കൊടുത്തവർക്ക് ഒരു മര്യാദ ഇല്ലാതെ ഒഴിക്കും. അത് പറഞ്ഞത് ഞാൻ ലോകത്തിലെ ഏറ്റവും എറണാകുളം ജില്ലയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് എടുത്ത് ഏറ്റവും സ്ലോ ആയിട്ട് കണ്ടുപിടിക്കുന്ന ആളാണ്. എറണാകുളം ജില്ലയിൽ കിട്ടാവുന്ന ഇൻഷുറൻസിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ആണ് എടുത്തേക്കുന്നത്. ഏറ്റവും സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കുന്നത്. അത് നാളെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു.
ഒന്നാമത്തെ റോഡാട്ടോ ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. മറ്റേ 10 മൈൽ ടു പണ്ട് ഇത് പുത്തൻകുരിശ് ടു പെരുമ്പാവൂർ റോഡാണ്. PP റോഡ് എന്നാണ് പണ്ട് പേര്. പുത്തൻകുരിശ് പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിപ്പോൾ മറ്റേ 10 മൈൽ പുത്തൻകുരിശിലെ റോഡ് നാഷണൽ ഹൈവേക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് 10 മൈൽ വരെയുള്ളൂ സ്റ്റേറ്റ് ഹൈവേ. 10 മൈൽ ടു ഇപ്പോഴും PP തന്നെ. 10 മൈൽ 10 മൈൽ സ്റ്റാർട്ട് ചെയ്യണ P വെച്ചിട്ട് 10 മൈൽ ടു പെരുമ്പാവൂർ PP റോഡ്. പണ്ട് പുത്തൻകുരിശ് പെരുമ്പാവൂരായിരുന്നു. അതിപ്പോൾ 10 മൈൽ ടു പെരുമ്പാവൂർ.